ഒരു കാരണവശാലും ഞങ്ങളാരെയും വീടിനകത്ത് കയറാനോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാൻ ഇവർ തയ്യാറാവുന്നില്ല. അയാൾ കൊണ്ടുപോകത്തില്ല, എനിക്ക് നോർമൽ ഡെലിവറി മതി. നമ്മുടെ കേരളത്തെ മുഴുവൻ ഒരു മെഡിക്കൽ സിസ്റ്റത്തെ അയാൾ അടച്ചാക്ഷേപിക്കുക. എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അയാൾ ഇല്ല, ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് നോർമൽ ഡെലിവറി വീട്ടിൽ ശ്രമിക്കാനുള്ള ഒരിതാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ ഒട്ടും താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സ്ത്രീക്ക് അത് ഫുൾ അയാളുടെ കൺട്രോളിലായിരുന്നു. അവർ അയാളെ മറികടന്ന് സംസാരിച്ച് കളഞ്ഞാൽ അയാൾ ഉപേക്ഷിക്കും. നമ്മുടെ രാജ്യത്ത് അംഗീകൃതമല്ലാത്ത ചില ചികിത്സാ രീതികൾ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് ഇവരുടെ ഭർത്താവ് എന്നുള്ളത് കേട്ടു. പക്ഷെ ഇവരെ മനഃപൂർവ്വമായി ഒരു മരണത്തിലേക്ക് തള്ളിവിട്ട വളരെ ഗൗരവതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അനുസരിച്ചിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുകയാണ്. ഭരണഘടനാപരമായി അവരവരുടെ ഏത് ചികിത്സ വേണമെന്നുള്ളത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അംഗീകൃതമല്ലാത്ത, രാജ്യത്ത് അംഗീകരിക്കപ്പെടാത്ത ചികിത്സാ രീതികൾ പറ്റില്ല, ഒരാൾക്കും പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല, ആ ചികിത്സാ രീതികൾ തേടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് ഒക്കെ നിലവിലുള്ളത്. അപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു കുറ്റകൃത്യമാണ്, ഒരു നരഹത്യയാണ്. 2 ജീവനുകളാണ് നഷ്ടപ്പെടുത്തിയത്, ഒരു യുവതിയുടെയും കുഞ്ഞിന്റെയും ജീവനുകൾ. ഇനി അമ്മയില്ലാതെ ആ മറ്റു കുഞ്ഞുങ്ങൾ വളരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ കേരളം പോലുള്ള ഒരു പുരോഗമന സമൂഹത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും അറിവുള്ള, ഇത്ര ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉള്ള ഒരു സംസ്ഥാനത്ത് വാസ്തവത്തിൽ ഞെട്ടിക്കുന്നതാണ്. തെറ്റായ പ്രവണതകളാണ് ഇത്. വാസ്തവത്തിൽ പലർക്കുമുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതെന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ഈ മാതൃകാപരമായിട്ടുള്ള നിയമ നടപടികൾ ഇതിൽ സ്വീകരിച്ചുകൊണ്ട് തക്ക ശിക്ഷകൾ കിട്ടത്തക്ക രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ശക്തമായിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ടാകുകയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി അതിൽ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക. അക്യുപഞ്ചറിൽ ഉണ്ട് എന്ന് വാർത്തകളിലൂടെയാണ് ഞാൻ തന്നെ അറിയുന്നത്. പഠിച്ച എനിക്ക് പോലും അറിയില്ല ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും അക്യുപഞ്ചറിൽ അങ്ങനെ ഒരു പ്രസവം എന്നുള്ളൊരു സിസ്റ്റം ഇല്ല. കാരണം അക്യുപഞ്ചറിലൂടെ നമുക്ക് പ്രസവം എളുപ്പമാക്കാനുള്ള പോയിന്റ്സ്, അല്ലെങ്കിൽ കൊച്ചിൻ്റെ ഒരു പൊസിഷൻസ് കറക്റ്റ് ചെയ്യാനുള്ള പോയിന്റ്, ഗൈനിക്കൽ അക്യുപഞ്ചർ എന്നൊക്കെ പറഞ്ഞ സിസ്റ്റം ഉണ്ട്. പക്ഷെ പ്രസവം എടുക്കാനായിട്ട് അക്യുപഞ്ചറിൽ പഠിപ്പിക്കുന്നതായിട്ട് ഇന്ത്യയിൽ എവിടെയും പഠിപ്പിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പ്രസവം പോലെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യകളും ഇന്ന് ഹെൽത്ത് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഒരുപാട് വളർന്നിരിക്കുന്നു, ഒരുപാട് ഡെവലപ്മെന്റ് ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സയന്റിഫിക്കലി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ എടുക്കേണ്ട രീതിയിൽ എല്ലാത്തിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലായിക്കൊണ്ട് ഇപ്പോൾ സർജറി വേണ്ട കേസസും തീർച്ചയായിട്ടും സർജറി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്ത നമുക്ക് ലജ്ജ തോന്നിപ്പിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇത്രയൊക്കെ അവബോധം നമ്മൾ കൊടുത്തിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ അത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അജ്ഞത കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 3 സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് അടുത്ത ഡെലിവറി സിസേറിയൻ ആണ് എന്നുള്ളത് ഇന്ന് ഇവിടെയുള്ള ഏതൊരു മനുഷ്യനും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത് നോർമൽ ഡെലിവറിക്ക്, അതും വീട്ടിൽ വെച്ച് യൂട്യൂബ് നോക്കി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അജ്ഞത അല്ലെങ്കിൽ അവബോധമില്ലായ്മ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒന്നല്ല. ഈ പറഞ്ഞ പോലെ ഇതൊരു കൊലപാതകം തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് അതിന്റെ റിസ്കുകളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത ഒരു കൊലപാതകം തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒരു അമ്മ, ഒരു കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അബ്യൂസ്, ഇവൻ പാരന്റ്സ് തന്നെയാണെന്ന് വെക്കുക, അങ്ങനത്തെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് സ്വമേധയാ കേസെടുക്കുന്നത് ബാലാവകാശ കമ്മീഷനാണ് അല്ലെ. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ ഇടയ്ക്ക് ഉണ്ടായി. 20 തവണയോളം ആശാ വർക്കറും അല്ലെങ്കിൽ അവിടുത്തെ ആരോഗ്യ സംവിധാനവും അവരെ സമീപിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അവര് അടുത്ത പോലീസിനെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. പോലീസ് അവിടെ വന്നു. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ്. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ നമ്മുടെ നിയമ സംവിധാനവും ആരോഗ്യ സംവിധാനവും ഇടപെടേണ്ടത് തന്നെയായിരുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കുറച്ചുകൂടി പ്രൊആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉന്നത അധികാരികളെ ഇത് അറിയിച്ച് ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ആശാ വർക്കർമാർക്കും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാരണം ഇങ്ങനെ ഒരു ഡെലിവറി അദ്ദേഹം അവിടെ വെച്ച് നടത്തുകയാണെങ്കിൽ ഈ അമ്മയ്ക്കും കുഞ്ഞിനും 100% അപകടമുണ്ടെന്ന്
അറിയുന്ന കാര്യമാണ്. ഇത് അറിഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കുറച്ചുകൂടി നമ്മൾ പ്രൊആക്റ്റീവ് ആയിട്ട് ഇടപെടേണ്ടതായിരുന്നു. ഉന്നത അധികാരികളിലേക്ക് ഈ ഒരു വസ്തുത എത്തിക്കേണ്ടതായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇദ്ദേഹത്തിനെതിരെ ഈ ഒരു സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നിയമ നടപടി സ്വീകരിച്ച് ആ സ്ത്രീക്ക്, കാരണം ഒരു ആരോഗ്യം, ബേസിക് ആയിട്ടുള്ള ആരോഗ്യ അല്ലെങ്കിൽ വൈദ്യസഹായം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണ്. അത് കൊടുക്കാതിരിക്കുന്നത്, അത് ഭർത്താവായാലും ശരി ആരായാലും ശരി, അത് ക്രിമിനൽ ഒഫൻസ് ആണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അതിന്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോൾ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഷോക്ക്ഡായി. കാരണം ഞാനൊരു 5 വർഷത്തോളമായിട്ട് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഇതിൽ പലരും അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ എന്ന് പറയുമ്പോഴും WHO അംഗീകരിച്ച, വേൾഡ് വൈഡിൽ അംഗീകരിച്ച ചികിത്സാ രീതി TCM, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്നുള്ള അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഈ അക്യുപഞ്ചറിൽ ഒരുപാട് ഗൈനിക് അക്യുപഞ്ചർ, പീഡിയാട്രിക് അക്യുപഞ്ചർ പോലുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഗൈനിക് അക്യുപഞ്ചർ. അതിൽ ഒരു കാരണവശാൽ നമ്മൾ പ്രസവം എടുക്കാനുള്ളത് ഇതുവരെ അക്യുപഞ്ചറിന്റെ പഠിത്തത്തിൽ ഞാൻ PhD വരെ പോയി, അതിലൊന്നും പ്രസവം എടുക്കാനുള്ളത് പഠിപ്പിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. അപ്പോൾ അക്യുപഞ്ചർ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള പല കോഴ്സുകളും ചെയ്യുന്ന ആൾക്കാരുണ്ട്, 2 years കോഴ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെയുള്ള മൊഡ്യൂൾസ് ഞാൻ കണ്ടിട്ടുണ്ട് സബ്ജക്റ്റിൻ്റെ. പക്ഷെ അതിലൊന്നും പ്രസവം എടുക്കാനായിട്ട് പഠിപ്പിക്കുന്നതായിട്ടോ പ്രസവം എടുത്തതായിട്ടോ എൻ്റെ ചരിത്രത്തിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഈ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻസിൽ ഞാനും ഒരു ലജ്ജിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നതിൽ. കാരണം ഇത്രയും നാളും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട്, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ രീതിയിലായാലും ഓട്ടിസം കുട്ടികൾക്കായാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി, ഒരുപാട് ടെസ്റ്റിമോണിയൽ ഉണ്ട്. അപ്പോൾ ആ ഒരു കണക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇത് അവെയർ ഇല്ലായ്മയാണ്. കാരണം ഇത് പലതരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പം നമ്മളെപ്പോലെ നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യെസ്, അതായത് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ ഇതിനൊരു കൗൺസിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടം, നമ്മുടെ കേരളത്തിൽ ഇതിൽ കൗൺസിൽ വന്നിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൗൺസിൽ വരാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം പല രീതിയിലും പല ഭാവത്തിലും പല ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ ചെയ്ത് പഠിച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ കൗൺസിൽ ഇതുവരെ വന്നിട്ടില്ല. മഹാരാഷ്ട്രയിൽ കൗൺസിലുണ്ട്. അതെ, തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു കൗൺസിലിന് രജിസ്റ്റർ ചെയ്തിട്ട് അക്യുപഞ്ചർ എവിടെയും പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷെ പഠിച്ച് ഇന്ന രീതിയിൽ പഠിച്ച ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള പല ആൾക്കാരും പല കേസുകളുടെ ഭാഗമായിട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് പല കോടതിയുടെ വിധികളിലും പറയുന്നുണ്ട്. കാരണം അക്യുപഞ്ചറിൽ പഠിച്ചവർക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ പഠിച്ചവരെന്ന് പറഞ്ഞാൽ ഏതാണ് അതിൻ്റെ കാറ്റഗറി എന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല. കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇതിൽ ഈ പറയുന്ന ആർക്കും പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ഇത് വരുന്നത്. കാരണം അതായത് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ അക്യുപഞ്ചർ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതായത് ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിൽ വേണമല്ലോ മാഡം. അപ്പോൾ കൗൺസിൽ ഇതുവരെ ആരും കേരളത്തിൽ വരാത്തത് കൊണ്ട് മഹാരാഷ്ട്രയിലാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ മഹാരാഷ്ട്ര കൗൺസിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്ത് മഹാരാഷ്ട്ര കൗൺസിലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ആ ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും സാധാരണ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സാധാരണ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. കാരണം അക്യുപഞ്ചർ ആർക്ക് പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു 1 year കോഴ്സ് പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു 6 month കോഴ്സ് പഠിച്ചിട്ട് ഇതിൻ്റെ സിസ്റ്റമാറ്റിക്കലി പഠിക്കാത്ത ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഈ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാനുള്ള നിയമത്തിൻ്റെ ബലം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഈ കേരള ഹൈക്കോർട്ടിൻ്റെ ഒരു നിയമം ഉണ്ട് ശരിക്കും. അത് ഒരു ജസ്റ്റിസ് സുനിൽ തോമസിൻ്റെ ഒരു കേസാണ്. അത് നമ്പർ 1349 എന്ന് പറഞ്ഞിട്ടാണ് 2016 2017 വന്നൊരു കേസാണ്. അത് ഇതുപോലെ ഒരു അക്യുപഞ്ചറിൻ്റെ ഒരു സാധാരണ ഒരു ക്യാമ്പ് നടത്തിയ സമയത്ത് അവിടെ ആരോ വന്നത് അറസ്റ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ കേസിന് പോവുകയും കേസിൽ അവർക്ക് അനുകൂലമായിട്ട് വിധി വരികയും ചെയ്തിട്ടുണ്ട്. ആ വിധി വരുന്നതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതിൽ വിധി വന്നിട്ടുള്ളത് നമ്മൾ അക്യുപഞ്ചർ സിസ്റ്റമാറ്റിക്കലി പഠിച്ച ആൾക്കാർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു സുനിൽ തോമസിൻ്റെ ആണ്. ഈ നമ്പർ 1349 ആണ്. അതിൽ 2016 അപ്പോൾ ആ ബെഞ്ചിൽ പറയുന്നത് ഇത് പഠിച്ച ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോഴത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അന്ന് അവിടെ ഉള്ളത് ഒരു ശ്രീലങ്ക യൂണിവേഴ്സിറ്റി, കൊളംബോ യൂണിവേഴ്സിറ്റി. ഇവർക്കൊക്കെ ഉള്ള ഇവർ എന്ത് ബേസിസിലാണ് ഇവർ ചികിത്സ നടത്തുന്നത്? ഈ അക്യുപഞ്ചർ പിന്നെയും ഞാൻ മനസ്സിലാക്കുന്നത് വേദനകൾക്കും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. എന്നാൽ ഹിജാമ പോലെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ വളരെയധികം അപകടം പിടിച്ച ട്രീറ്റ്മെന്റുകളും പലതുമാണ്. അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസീസസിനൊക്കെയാണ് അവർ ഈ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടികളാണ്? അങ്ങനെ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും ബോർഡുകൾ നമ്മൾ കാണാനുള്ള യാതൊരു വഴികളും ഇല്ലല്ലോ. സോ ബേസിക്കലി ഈ പറയുന്ന പോലെ ആയുഷ് എന്ന് പറയുന്നതിന്റെ മറവിൽ ധാരാളം
ഒറ്റമൂലി ചികിത്സകരും ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ചികിത്സാ രീതികളും നമ്മുടെ നാട്ടിൽ വേണ്ട വിധം നടക്കുന്നുണ്ട്. പിന്നെ തന്നെ മോഡേൺ മെഡിസിനെ എന്തിനും കുറ്റം പറയുക എന്നുള്ളതാണ്. നമ്മുടെ മരുന്നുകൾക്കുള്ള സൈഡ് ഇഫക്റ്റ് എല്ലാവരുടെയും സ്ഥിരമായിട്ടുള്ള പല്ലവിയാണ് മോഡേൺ മെഡിസിന്റെ സൈഡ് ഇഫക്റ്റുകൾ. പിന്നെ മോഡേൺ മെഡിസിൻ എല്ലാം സിസേറിയൻ ആക്കുന്നു, ഈ നോർമൽ ഡെലിവറി ഇല്ലാതെയാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 10-50 കൊല്ലങ്ങൾക്ക് മുമ്പേ വീട്ടിലാണല്ലോ ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നത്, അന്ന് സിസേറിയൻ ഉണ്ടായിരുന്നില്ലല്ലോ. അന്നത്തൊക്കെ അമ്മമാര് വീട്ടിൽ പോയിട്ട് അവര് എന്താ അരി അല്ലെങ്കിൽ കൊയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് പ്രസവിക്കുമായിരുന്നല്ലോ എന്നൊക്കെയുള്ള വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ, നിങ്ങളുടെയൊക്കെ ഒരു മുതുമുത്തശ്ശന്റെയോ മുതുമുത്തശ്ശിയുടെ ഒക്കെ തലമുറയിൽ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവർ 10-12 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ എത്ര കുട്ടികൾ ജീവനോടുകൂടി ജീവിച്ചിട്ടുണ്ടെന്നുള്ളൂടി നമ്മളൊന്ന് ആലോചിക്കണം. പലപ്പോഴും 3-4 കുട്ടികളായിരിക്കും സർവൈവ് ചെയ്തിട്ടുണ്ടാവുക. അവർക്ക് 8-9 കുട്ടികളെ പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോ ആ അമ്മയെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇതൊന്നും ആരും കണക്കിലെടുക്കുന്നില്ല. ഇന്ന് നമ്മൾക്ക് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയൊരു കുഞ്ഞിന്റെ മരണം അല്ലെങ്കിൽ ഒരു മാതൃമരണം ഉണ്ടാകുമ്പോൾ എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ ഇത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ അത് മോഡേൺ മെഡിസിന്റെ ഒരു ഗുണം കൊണ്ട് മാത്രമാണ്. പക്ഷെ പലരും ഈ മോഡേൺ മെഡിസിനെ എല്ലാം സിസേറിയൻ ആക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കൊരു നോർമൽ ഡെലിവറിക്ക് എല്ലാ സ്ത്രീകൾക്കും നോർമൽ ഡെലിവറി സാധ്യമല്ല. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, നോർമൽ ഡെലിവറിക്ക് അല്ലെങ്കിൽ സിസേറിയന് ശേഷം നോർമൽ ഡെലിവറി സാധ്യമാണോ? ആക്ച്വലി സാധ്യമാണ്. വിബാക്ക് എന്ന് പറയുന്ന വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. പലപ്പോഴും ആദ്യത്തെ ഒരു സിസേറിയൻ കഴിഞ്ഞ പല സ്ത്രീകൾക്കും അവർ അതിന് നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് ആരാണ് തീരുമാനിക്കേണ്ടത്? അവരെ നോക്കുന്ന ഗൈനക്കോളജിസ്റ്റ് ആണ് തീരുമാനിക്കേണ്ടത്. അവരെങ്ങനെയുള്ള സെറ്റപ്പിലാണ് ഇത്തരത്തിലുള്ള നോർമൽ ഡെലിവറിക്ക് വിധേയമാവേണ്ടത്? അതൊരു ട്രയലാണ്. അതൊരു ട്രയൽ ഫോർ നോർമൽ ഡെലിവറി മാത്രമാണ്. അവർക്ക് ഒരു എന്താ പറയാ അഷുറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് നോർമൽ ഡെലിവറി ആവും എന്നുള്ളത്. അതിലൊരു ട്രയൽ കൊടുക്കും. ആ ട്രയലിൽ അവര് പ്രസവിക്കുകയാണെങ്കിൽ ഓക്കെ, ഇൻ ബിറ്റ്വീൻ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ICU സെറ്റപ്പ് ഉള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലത്ത് മാത്രമേയാണ് ഇത്തരത്തിൽ സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് അതിനുശേഷം നോർമൽ ഡെലിവറി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റൂ. ഈ ഒരു കേസിൽ ഞാൻ പ്രത്യേകമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ സ്ത്രീയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു സ്ത്രീയാണ്. 3 സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, 4ാമത്തെ ഡെലിവറി. അതിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് സിസേറിയൻ കഴിഞ്ഞിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, 3 തവണ യൂട്രസ് തുറന്ന് ഒരു കുട്ടിയെ പുറത്തെടുത്ത ആ സ്ത്രീയുടെ യൂട്രസിന് എത്രത്തോളം ശക്തി ഉണ്ടായിരിക്കും. അവിടെ ആ കീറിയ മുറിവ് ഉണങ്ങാനുള്ള സമയം പോലും ആയിട്ടില്ല. അപ്പോഴാണ് ആ സ്ത്രീയെ ഒരു നോർമൽ ഡെലിവറിക്ക് വെക്കുന്നത്. ഒരു നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എനിക്ക് 100% ഉറപ്പാണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പറ്റി എനിക്ക് അറിയില്ല, ആ സ്ത്രീയുടെ യൂട്രസ് റപ്ചർ ആയിട്ടായിരിക്കണം ആ സ്ത്രീയും ആ കുഞ്ഞും മരണപ്പെട്ടിട്ടുണ്ടാവുക. ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത, എത്രത്തോളം വേദന സഹിച്ചിട്ടായിരിക്കും ആ സ്ത്രീ മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ആക്ച്വലി പല ന്യൂസുകളും വായിച്ചപ്പോൾ മനസ്സിലായി, ആ സ്ത്രീ പേടിച്ചിട്ടാണ്, അതായത് തന്നെ ഭർത്താവ് ഉപേക്ഷിക്കുമോ എന്നുള്ള പേടിയിലാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് നിന്നു കൊടുത്തത്. സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് മരണത്തിനെ വരിച്ചു എന്ന് പറയേണ്ടി വരും, അല്ലാതെ വേറൊരു വാക്കില്ല അതിന്.